മുതലാണ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് നമ്മൾ ലോകമെമ്പാടും ആചരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പ്രത്യേകമായി ഈ ഒരു ആഴ്ചയുടെ ഇതിനു വേണ്ടി മാത്രമായി മാറ്റിവെച്ചതിന്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, അമ്മിഞ്ഞപ്പാൽ അമൃതം എന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. സത്യത്തില് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയം മുതൽ നമ്മൾ ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയും. അതായത് മുലപ്പാൽ മാത്രം മാസമാണ്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ 6 മാസമാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എല്ലാ അമ്മമാർക്കും അതിന് സാധിച്ചോളണം എന്നില്ല. പക്ഷെ എങ്കിൽ പോലും അമ്മയ്ക്ക് മുലപ്പാല് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്, കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അമ്മയ്ക്കും വേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം, മുലപ്പാൽ മാത്രമാണ് ഒരു കുഞ്ഞിന് ആവശ്യമുള്ള ഏക ഭക്ഷണം. നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് ഫീഡ് നമ്മൾ പറയുന്നത് 2 വയസ്സ് വരെ. 2 വയസ്സ് വരെ, 2 years and beyond എന്നാണ് പറയുക. 2 വയസ്സ് വരെ നിങ്ങൾക്ക് മുലപ്പാല് കൊടുക്കാം. പക്ഷെ പലരും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത ഞാൻ കാണാറുണ്ട്. 6 മാസത്തിൽ നമ്മൾ മുലപ്പാല് 6 മാസം വരെ മുലപ്പാൽ മാത്രം, അതിനുശേഷവും ചിലവര് അമിതമായ അമൃതം വിഷം നമ്മൾ പറയാറുണ്ട്, പാല് മാത്രം. 6 മാസം നമ്മൾ കുറുക്കുകൾ കൊടുത്ത് തുടങ്ങണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കുള്ള ഒരു പരാതി ആണ് പാലില്ല, എനിക്ക് പാലില്ല, പാല് കുറവാണ് എന്ന് പറയുന്ന ഒരു പ്രവണത. ചിലപ്പോൾ യഥാർത്ഥത്തിൽ പാലില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തോന്നലായിരിക്കാം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? സത്യത്തിൽ ഒരു 80-90% കേസുകളിലും ആദ്യം പറഞ്ഞ പോലെ, ഷെർണ പറഞ്ഞ പോലെ, അവർ തോന്നലാണ്. എല്ലാ അമ്മമാർക്കും ബേജാറാണ്, എനിക്ക് പാലില്ലേ പാലില്ലേ. കുഞ്ഞൊന്ന് കുറച്ചു നേരം അധികം കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ, അതിന് ആക്ച്വലി ഞാൻ അമ്മമാരെ മാത്രം കുറ്റം പറയില്ല കേട്ടോ, വീട്ടിലുള്ള പലരും ഉണ്ടല്ലോ ഈ ജോലി കളയുന്ന അമ്മമാര്. അതായത് അവർ വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് അതിനെന്ത് ചെയ്യും, അവർ ആ ജോലി ഉപേക്ഷിക്കും. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മള് സ്ത്രീകൾ, ഇന്നത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി സമ്പാദിച്ചിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അത് കളയേണ്ട ഒരു അവസ്ഥ അതിന്റെ ആവശ്യമില്ല. എന്താ നിങ്ങളുടെ കൺസേൺ? എന്റെ കുഞ്ഞിന് വേണ്ടത്ര പാല് കൊടുക്കാൻ പറ്റില്ല, എന്റെ കുഞ്ഞിന് ഫുഡ് കാര്യങ്ങളിലും ഭക്ഷണ രീതികളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ശരിക്കും പ്രസവ ശേഷമാണോ ഈ ഒരു ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്, അതോ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു തുടങ്ങേണ്ടതുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അറിയാലോ, നമ്മള് പലപ്പോഴും പറയും എല്ലാവരും, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 2 ആള് കഴിക്കുന്നത് കഴിക്കണം. അത് തെറ്റാണ്. നമ്മൾ എമൗണ്ടിലല്ല, നമ്മൾ കഴിക്കുന്ന കണ്ടന്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്വാളിറ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ട് പലപ്പോഴും ഉണ്ട്. അതായത് ലൂസ് മോഷൻ ഒന്നും അല്ല. പലപ്പോഴും നമ്മളത് കണ്ടിട്ട് മുലപ്പാല് മാത്രം കുടിക്കുന്ന കുട്ടികളിൽ കുറച്ച് സെമി സോളിഡ് ആയിട്ട്, കുറച്ച് ലൂസ് ആയിട്ട് മലം പോവാറുണ്ട്, ചിലപ്പോൾ പതഞ്ഞു പോവാറുണ്ട്, ചിലപ്പോൾ പച്ച കളറിൽ പോവാറുണ്ട്. ഇതൊന്നും ഒരു രോഗമല്ല. പലരും അതിന്റെ പ്രശ്നം അതൊരു എന്തോ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളിൽ ഇതൊക്കെ നോർമലാണ്. പിന്നെ വെള്ളം പോലെ പോകുന്നതിനല്ല ഞാൻ പറയുന്നത്, സെമി സോളിഡ് ആയിട്ട് പോകുന്നത്, പതഞ്ഞു പോകുന്നത്, പച്ച കളറിൽ പോകുന്നതൊക്കെ നോർമലാണ്.